നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂവ കാച്ചീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു വെള്ളം കൂടി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ഇടുക, 2 സ്പൂൺ കൂവപ്പൊടി മേടിക്കാനൊക്കെ കിട്ടും. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 സ്പൂൺ കൂവപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല മിക്സായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മളിത് അടുത്തേക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറച്ചുള്ള ആൾക്കാരാണെങ്കിൽ 1 സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. അപ്പോൾ കുറച്ചുകൂടി മധുരം വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ കൂവൻ്റെ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കൂവ കാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ഷീണം വരുന്ന സമയത്തോ പനിയുള്ള ടൈമിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉള്ള ടൈമിൽ കുടിക്കാവുന്നതാണ്. അല്ലാത്ത സമയങ്ങളിലും കുടിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നോമ്പിനൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ ആവുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ കുടിക്കാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും. കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഒരു അടിപൊളി കൂവ കാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഇടാതെ ഉണ്ടാക്കട്ടോ.